ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എജു ബ്ലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ യൂണിറ്റ് 1ൻ്റെ പേര് ബിയോണ്ട് ഫിയർ എന്നാണ് കേട്ടോ. ബിയോണ്ട് ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കും അപ്പുറം എന്നാണ് കേട്ടോ മീനിങ്. ഓക്കെ, നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു മഴ പെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട് ബ്ലോക്കിൽ. ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. ഒരു കുട്ടി ആ മരം നീക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ പോകുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അവരാരും ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നില്ല. ആ കുട്ടി ഒറ്റയ്ക്കാണല്ലേ ആ മരം അവിടെ നിന്ന് നീക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് താഴെ ഒരു ക്വാട്ട് കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഒരു ക്വാട്ടാണ്. എ ട്രൂ ഹീറോ ഇസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. അതായത് ഒരു ട്രൂ ഹീറോ, ശരിയായിട്ടുള്ള ഒരു ഹീറോ എന്ന് പറയുന്നത് അവൻ്റെ സ്ട്രെങ്ത് കൊണ്ടല്ല അവനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അവൻ്റെ സ്ട്രെങ്ത് കൊണ്ടല്ല അവനെ ഡിഫൈൻ ചെയ്യുന്നത്, പക്ഷേ അവൻ്റെ എബിലിറ്റി, അവൻ്റെ കഴിവ് ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും അതുപോലെ അവരെ നയിക്കാനുള്ള അവൻ്റെ കഴിവ് കൊണ്ടാണ് അവന് ഡിഫൈൻ ചെയ്യിക്കേണ്ടതെന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്നാണ് കേട്ടോ. അതായത് ചെറിയ കരങ്ങളും വലിയ ധൈര്യവും എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കൂട്ടുകാരോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ താഴെ ഒന്ന് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ മീനിങ് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ചിലപ്പോൾ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എഴുതി വെക്കുകയാണെങ്കിലോ നിങ്ങൾക്കത് കാണുമ്പം ഓർമ്മ വരും. അപ്പം പിന്നീടും നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കും, കാരണം നിങ്ങളുടെ തലയിൽ അത് നിൽക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഒരു പെൻസിലൊക്കെ എടുത്തിരിക്കുക, എന്നിട്ട് പറയുമ്പം എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. ഫൺ ടൈം. ഫൺ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി സമയം എന്നാണ് കേട്ടോ അർത്ഥം. ഡിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഇസാക്ക് വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. അപ്പോൾ ഡിൽനയും അവളുടെ ലിറ്റിൽ ബ്രദറായിട്ടുള്ള ഇസാക്കും കൂടി അവരുടെ വീടിൻ്റെ പുറകുവശത്തായിട്ട് നിന്ന് കളിക്കുകയായിരുന്നു, പുറകുവശത്തെ മുറ്റത്ത്. ഓക്കെ, ബാക്ക് യാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകുവശത്തെ മുറ്റം എന്നാണ് കേട്ടോ മീനിങ്. ഡിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ ആൻഡ് സെഡ്, ഇസാക്ക് വി ഷുഡ് ഗോ ഇൻസൈഡ്, ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. അപ്പോൾ ഡിൽന ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറയാണ്, ഇസാക്കെ നമുക്ക് വേഗം ഉള്ളിലേക്ക് പോകണം, എനിക്ക് തോന്നുന്നത് മഴ വരാനായിട്ട് പോവാണെന്ന്. ഓക്കെ, യെസ് ലെറ്റ്സ് ഗോ, ഇസാക്ക് നോഡഡ് എ ലിറ്റിൽ വറീഡ്. അപ്പോൾ ഇസാക്ക് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, യെസ് നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ഓക്കെ, അവൻ ലിറ്റിൽ വറീഡാണ്, കുറച്ച് അവൻ എന്താണ് വറീഡാണ്, കാരണം കളിക്കാനുള്ള സമയമാണ്, മഴ പെയ്തിട്ട് അവർ അകത്തേക്ക് കയറി പോകാനായിട്ട് പോകുന്നത്. അപ്പം നോഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയാട്ടുക എന്നാണ് കേട്ടോ അർത്ഥം. ബോത്ത് ഓഫ് ദം ക്വിക്ക്ലി റാൻ ഇൻ ടു ദ ഹൗസ്. അപ്പോൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. ദേ വെൻ സ്ട്രെയിറ്റ് ടു ദ കിച്ചൺ. അവർ നേരെ എങ്ങോട്ടാണ് പോയത്, കിച്ചണിലേക്കാണ് പോയത്. എന്നിട്ട് ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അപ്പോൾ ആ സമയത്ത് അവരെന്ത് കണ്ടു, ടേബിളിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റിൽ കുക്കീസ് ഇരിക്കുന്നത് കണ്ടു. സ്പോട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു എന്നാണ് കേട്ടോ മീനിങ്. കുക്കീസ്, ഇസാക്ക് സെഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. അപ്പോൾ ഇസാക്ക് ഇത് കണ്ടപ്പോൾ എന്താണ്, ഒരെണ്ണം എടുത്തിട്ട് പറഞ്ഞു കുക്കീസ് എന്ന് ചിരിച്ചിട്ട് പറയാണ്. ഓക്കെ, ഡിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. ഡിൽനയും കൂടിയിട്ട് ഒരു കുക്കി എടുത്തു. എന്നിട്ട് മോം ഇറ്റ്സ് റെയിനിങ്, ഇസാക്ക് ഷൗട്ടഡ്. അപ്പോൾ ഇസാക്ക് എന്താണ് ഓളിയിട്ടിട്ട് പറയാണ്, അമ്മേ ദേ മഴ പെയ്യാൻ കേട്ടോ എന്ന് പറയാണ്. ദർ വാസ് നോ റിപ്ലൈ. പക്ഷെ അവൻ പറഞ്ഞപ്പോൾ അതിനൊരു റിപ്ലൈയും ഉണ്ടായിരുന്നില്ല, ഒരു മറുപടി ഉണ്ടായിരുന്നില്ല അമ്മയുടെ അടുത്തുനിന്ന്. ഓക്കെ, നെക്സ്റ്റ് ആണ് ടിയേഴ്സ് ഓഫ് ഫിയർ. അതായത് ടിയേഴ്സ് എന്ന് വെച്ചാൽ എന്താ, കണ്ണുനീരെന്നാണ് കേട്ടോ അർത്ഥം. ഫിയർ എന്ന് വെച്ചാൽ പേടി. അപ്പോൾ പേടിയുടെ കണ്ണുനീരുകൾ എന്നാണ് കേട്ടോ ഇതിൻ്റെ മീനിങ്. ദെൻ ദേ റാൻ ടു ദ ലിവിങ് റൂം. അപ്പോൾ അമ്മേനെ വിളിച്ചിട്ട് ഒരു റിപ്ലൈയും ഇല്ലാത്ത കാരണം അവരെന്ത് ചെയ്തു, ലിവിങ് റൂമിലേക്ക് വേഗം ഓടിപ്പോയി. മദർ വാസ് ലൈങ് ഓൺ ദ ഫ്ലോർ. ആ സമയത്ത് അമ്മ നിലത്ത് കിടക്കുമായിരുന്നു. ഓക്കെ, മോം ഡിൽന കോൾഡ് ലൗഡ്ലി. ഡിൽന അമ്മേനെ വിളിക്കുകയാണ്, അവർ
ഉറക്കെ വിളിക്കുകയാണ്, അമ്മയെന്ന് വിളിക്കുകയാണ്. ഷീ ഡിഡിൻറ്റ് ആൻസർ. പക്ഷേ അമ്മ എന്താണ് ആൻസർ ചെയ്തിട്ടില്ല, വിളി കേട്ടില്ല. വൈ ഈസ് മോം ലൈയിങ് ഓൺ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഇസാക്ക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. അപ്പോൾ ഇസാക്ക് ചോദിക്കുകയാണ്, എന്താണ് അമ്മ ഇവിടെ നിലത്ത് കിടക്കുന്നത്, അമ്മ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുകയാണ് ഇസാക്ക്. മോം വെയ്ക്ക് അപ്പ്, ഹീ ക്രൈഡ്. അപ്പോൾ ഇസാക്കിനാണെങ്കിൽ അമ്മ എഴുന്നേക്കാത്ത കാരണം വിഷമമായിട്ട് അവൻ കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മ എഴുന്നേക്ക് എന്ന് പറയാണ്. ഡോണ്ട് വെറി ഇസാക്ക്, ഷീ വിൽ ബി ഓക്കെ, ഡിൽന സെഡ് ട്രൈങ് ടു കൺസോൾ ഹിം. ആ സമയത്ത് ഡിൽന അവനെ ആശ്വസിപ്പിക്കാനായിട്ട് പറയാണ്, നീ വിഷമിക്കേണ്ട ഇസാക്കെ, അമ്മ ഓക്കെ ആയിക്കോളും എന്ന് പറയാണ്. ഓക്കെ. ഡിൽന റഷ്ഡ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. എന്നിട്ട് ദിൽന എന്ത് ചെയ്തു, അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് അമ്മേനെ പതുക്കെ പിടിച്ച് കുലുക്കി. ജെന്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ എന്നാണ് കേട്ടോ അർത്ഥം. ഷൂക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുലുക്കുക. ഓക്കെ. മോം പ്ലീസ് വേക്ക് അപ്പ്, ഡിൽന ബെഗ്ഡ്. അപ്പം അമ്മേ എഴുന്നേക്ക്, പ്ലീസ് എഴുന്നേക്കാനായിട്ട് എന്താണ് ഡിൽന യാചിക്കുകയാണ്. ബെഗ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാചിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. ബട്ട് ഷീ ഡിഡിൻ മൂവ്. പക്ഷേ അമ്മ എന്താണ് അനങ്ങിയില്ല. ഡിൽന ട്രൈഡ് അഗെയിൻ, ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ, ബട്ട് ഷീ സ്റ്റിൽ ഡിഡിൻറ്റ് റെസ്പോണ്ട്. അപ്പോൾ ഡിൽന എന്താ ഒന്നും കൂടിയും ട്രൈ ചെയ്തു, അമ്മേനെ കുലുക്കി നോക്കിയിട്ട് കുറച്ചും കൂടിയും ഉറക്കെ ഒന്ന് കുലുക്കി നോക്കി. പക്ഷേ അമ്മ എന്താണ് പ്രതികരിക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇസാക്സ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. ഇസാക്കിൻ്റെ കണ്ണുകളൊക്കെ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് ആണ് ദി കറേജ്. ഓക്കെ, ധൈര്യത്തിനാണ് കറേജ് എന്ന് പറയുന്നത് കേട്ടോ. ഡിൽന വാസ് ഓൺലി 8 years old. അപ്പോൾ ഡിൽനയ്ക്ക് എത്രയാണ് വയസ്സ്? 8 വയസ്സ് മാത്രമേ ഉള്ളൂ. ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്. പക്ഷേ അവൾ മൂത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഷീ ഫെൽറ്റ് സ്കയേർഡ് ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം. അപ്പോൾ അവൾക്ക് എന്താണ് ആകെ പേടിയായിട്ട് തന്നെയാണ് അവൾ ഇരിക്കുന്നത്. പക്ഷേ അവൾക്കറിയാം അവൾ കുറച്ച് ശാന്തയാവണം. കാരണം അവൾക്കൊരു അനിയനും കൂടി ഉണ്ട്. അവളും കൂടിയും പേടിച്ച് കഴിഞ്ഞാൽ അനിയൻ്റെ കാര്യം എന്തായിരിക്കും? അപ്പോൾ അവൾ വിചാരിച്ചു അവൾ എന്താണ് സമാധാനത്തോടെ ഇരിക്കണം. ഷീ ലുക്ക്ഡ് എവ്രിവെയർ. അവൾ എല്ലായിടത്തും നോക്കി. സഡൻലി ഡിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. അപ്പോൾ അവൾ എല്ലാ സ്ഥലത്തും നോക്കി. പെട്ടെന്ന് അവൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. അവളുടെ മുത്തശ്ശിയുടെ കൂടെ കളിച്ചിരുന്ന ഒരു ഗെയിമിൻ്റെ കാര്യം അവൾക്ക് ഓർമ്മ വന്നു. ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. അപ്പോൾ അവൾക്ക് എന്താണ് ഓർമ്മ വന്നത്? ഗ്രാൻഡ് മദർ അവളോട് പറയാറുണ്ട് എമർജൻസി ടൈമിൽ 101ലേക്ക് വിളിക്കണമെന്ന്. വാട്ട്സ് യുവർ നെയിം, വേർ ഡു യു ലീവ്? അപ്പോൾ എന്താണ് നിങ്ങളുടെ പേര്, എവിടെയാണ് നിങ്ങളുടെ വീട്? ഡിൽന റിയലൈസ്ഡ് this was not a game anymore. She knew what she had to do. അപ്പോൾ ഡിൽന മനസ്സിലാക്കി ഇത് ഇനിയൊരു ഗെയിമല്ല. ഇനി മുതൽ അതൊരു ഗെയിമല്ല. ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു. അപ്പോൾ അവൾക്ക് അറിയായിരുന്നു അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ആണ് ദി കോൾ ഫോർ ഹെൽപ്പ്. എന്നുവെച്ചാൽ ഹെൽപ്പിനായിട്ടുള്ള കോള്. ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾക്ക് ഇത് ഓർമ്മ വന്നപ്പോൾ അവൾ ഫോണിൻ്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് 101ലേക്ക് കോൾ ചെയ്തു. ദി ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് കേട്ടോ അത്. ഹെർ ഹാൻഡ്സ് വാസ് ഷേക്കിംഗ്. അവളുടെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദ ലൈൻ. അപ്പം അവൾ അതിലേക്ക് വിളിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദം വന്നു. ഓക്കെ, ലൈനിൽ വന്നു. 101 വാട്ട്സ് യുവർ എമർജൻസി? എന്താണ് നിങ്ങളുടെ എമർജൻസി എന്ന് ആ ലേഡി ചോദിക്കുകയാണ്. ഡിൽന ടൂക്ക് എ ഡീപ് ബ്രെത്ത്. അപ്പോൾ ഡിൽന എന്ത് ചെയ്തു? ഒരു ദീർഘശ്വാസം അവൾ എടുത്തു. ഹലോ, മൈ നെയിം ഈസ് ഡിൽന. എൻ്റെ പേര് ഡിൽന എന്നാണ്. മൈ മോം ഈസ് ലൈയിങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ. എൻ്റെ അമ്മ ഇത്ര നേരമായിട്ടും ഫ്ലോറിൽ കിടക്കുകയാണ്. ബട്ട് ഐ കാൺ വേക്ക് ഹെർ അപ്പ്. എനിക്കാണെങ്കിൽ അമ്മേനെ എഴുന്നേൽപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ. ദി ലേഡി ആസ്ക്ഡ് വേർ ഈസ് യുവർ ഫാദർ? അപ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ് നിങ്ങളുടെ അച്ഛൻ എവിടെയാണ്? അപ്പോൾ ഡിൽന റിപ്ലൈഡ് ഹീ ഈസ് വർക്കിംഗ് അബ്രോഡ്. അച്ഛൻ പുറത്ത് വർക്ക് ചെയ്യുകയാണ്, അബ്രോഡാണ്, ഫോറിൻ രാജ്യത്താണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാണ്. ഓക്കെ ഡിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്?
അപ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ്, ഡിൽന നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്, നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. ദി ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. അപ്പം സ്ത്രീ എങ്ങനെയാണ് സംസാരിക്കുന്നത്? സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷേ ആൾ കുറച്ച് സീരിയസ് ആണ്. ഡിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ. അപ്പോൾ ഡിൽനയ്ക്ക് ഓർമ്മ വന്നു, സംസാരിക്കുമ്പോൾ നല്ല ഉച്ചത്തിൽ സംസാരിക്കണം, ക്ലിയറായിട്ട് സംസാരിക്കണം എന്ന് ഗ്രാൻഡ് മദർ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ലീവ് അറ്റ് 1203. അപ്പം അവളെവിടെ താമസിക്കുന്നത്? അവൾ 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചേരുവപ്പടിയിലാണ് അവൾ താമസിക്കുന്നത്. താങ്ക് യു ഡിൽന, ഐ വിൽ ഹെൽപ്പ് യു, ദി ലേഡി സെഡ്. അപ്പോൾ ഡിൽനയോട് ലേഡി പറയാണ്, താങ്ക് യു ഡിൽന, എന്തായാലും ഹെൽപ്പ് ചെയ്യാം കേട്ടോ എന്ന് പറയാണ്. സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അൺടിൽ ദ ഫയർമാൻ ഗെറ്റ് ദർ. ഓക്കെ, അപ്പോൾ ലേഡി എന്ത് പറഞ്ഞു? ഫോൺ കട്ട് ചെയ്യേണ്ട, ഫയർമാൻ വരുന്നത് വരെ ഫോൺ കട്ട് ചെയ്യേണ്ട എന്ന് പറയാണ്. ഡിൽന എഗ്രീഡ്. അപ്പോൾ ഡിൽന ഓക്കെ പറയാണ്. അടുത്തതാണ് റിലീഫ്. റിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസം എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഡിൽന ഹിയർഡ് ദ സൈറൻ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എൻജിൻ. അപ്പം ഡിൽന അവരുടെ വീടിൻ്റെ അടുത്തേക്ക് വരുന്ന ഫയർ എൻജിൻ്റെ സൈറൻ അവൾ കേട്ടു. ഹിയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടു കേട്ടോ. അപ്രോച്ചിങ്, അടുത്തേക്ക് വരുന്ന. ഓക്കെ, സൂൺ ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. പെട്ടെന്ന് തന്നെ അവരുടെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ദി ലേഡി ഓൺ ദ ഫോൺ സെഡ്, ഡിൽന ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദി ഡോർ നൗ. അപ്പം ഫോണിലുണ്ടായിരുന്ന ലേഡി പറയാണ്, ഡിൽന ഇപ്പോൾ സേഫാണ്, നിങ്ങൾ വാതിൽ തുറന്നോളൂ എന്ന് പറയാണ്. ദ ഫയർമാൻ ആർ ദർ. ഫയർമാനൊക്കെ വന്നിട്ടുണ്ട് അവിടെ. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അപ്പോൾ ഡിൽന വേഗം ഡോറിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് അത് തുറന്നു. 2 ഫയർമാൻ റഷ്ഡ് ഇൻ. 2 ഫയർമാന് അകത്തേക്ക് ഓടി വന്നു. ഡിൽന ലെഡ് ദം ടു ദ ലിവിങ് റൂം. അപ്പോൾ ഡിൽന അവർക്ക് ലിവിങ് റൂമിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. ഹെർ മോം വാസ് സ്റ്റിൽ ലൈങ് ഓൺ ദ ഫ്ലോർ. അവളുടെ അമ്മ ഇപ്പോഴും ഫ്ലോറിൽ കിടക്കുമായിരുന്നു. ഓക്കെ, ദി ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ ഫയർമാൻ എന്ത് ചെയ്തു? അമ്മേനെ ചെക്കൊക്കെ ചെയ്തിട്ട് അമ്മയ്ക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. സ്ലോലി ഷീ ഓപ്പൺഡ് ഹെർ ഐസ്. പതുക്കെ അമ്മ കണ്ണുകൾ തുറന്നു. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അപ്പോൾ അതിന് ശേഷം അവരെന്ത് ചെയ്തു? കുറച്ച് വാട്ടർ കൊടുത്തു, വെള്ളം കൊടുത്തു അമ്മയ്ക്ക് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, മോം ഇസാക്ക് ഷൗട്ടഡ് വിത്ത് ജോയ്. അപ്പോൾ ഇസാക്ക് എന്താണ്? സന്തോഷത്തിൽ അമ്മേനെ വിളിക്കുകയാണ്. മോം ദീസ് പീപ്പിൾ ഹെൽപ്ഡ് അസ്, ദിൽന സെഡ്. അപ്പോൾ ദിൽന പറയാണ്, അമ്മേ ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അപ്പം താങ്ക് യു, ദി മദർ സെഡ് സോഫ്റ്റ്ലി സ്മൈലിംഗ് അറ്റ് ദ ഫയർമാൻ. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? താങ്ക് യു പറഞ്ഞു. പതുക്കെ ഫയർമാനൊക്കെ നോക്കി ചിരിച്ചിട്ട് അമ്മ പറഞ്ഞു താങ്ക് യു. വൺ ഓഫ് ദ ഫയർമാൻ സെഡ് ടു ദ മദർ, യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഷീ ഈസ് എ ഹീറോ. അപ്പോൾ അതിൽ ഉള്ളൊരു ഫയർമാൻ അമ്മയോട് പറയാണ്, നിങ്ങളുടെ മോള് വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്, അവളൊരു ഹീറോയാണെന്നാണ് പറയുന്നത്. ഡിൽന ഫെൽറ്റ് ഹാപ്പി. ഡിൽനയ്ക്ക് ഹാപ്പിയായി. ആക്ച്വലി ഐ വാസ് സ്കയർഡ്, ഡിൽന അഡ്മിറ്റഡ്. അപ്പോൾ ഡിൽന സ്വയം സമ്മതിക്കുകയാണ്, ആക്ച്വലി ശരിക്കും ഞാൻ പേടിച്ചു പോയിരുന്നു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താണോ ചെയ്യേണ്ടത് അതാണ് ഞാൻ ചെയ്തത്. ദി ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. അപ്പോൾ ഫയർമാനോട് അവൾ പറയുന്നത്. അപ്പോൾ ഫയർമാൻ എന്ത് ചെയ്തു? ചിരിച്ചിട്ട് അവളുടെ തോളിൽ തട്ടി. പാറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടുക എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, അടുത്തതാണ് അവാർഡ് ഫോർ ബ്രേവറി. അപ്പോൾ ബ്രേവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധീരത എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ധീരതയ്ക്കുള്ള അവാർഡ്. ഓക്കെ, ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ഡിൽന ടു ദ ഫയർ സ്റ്റേഷൻ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഫയർമാൻ എന്ത് ചെയ്തു? ഡിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചു. ദേ ഗേവ് ഹെർ ആൻ അവാർഡ്. അവർ ഡിൽനയ്ക്ക് ഒരു അവാർഡ് കൊടുത്തു. ഷീ ഡിഡിൻ റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. അവൾക്ക് ശരിക്കും ഒരു ഹീറോനെ പോലെയൊന്നും ശരിക്കും തോന്നിയില്ല. ഷീ വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. അവൾക്ക് അവളുടെ അമ്മ സേഫായത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ഡിൽന ടേൺ ടു ഇസാക്ക് ആൻഡ് സെഡ്. അപ്പോൾ അവർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡിൽന ഇസാക്കിനോട് പറയാണ്, യു നോ ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. നിനക്കറിയോ ഒരു എമർജൻസി സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഐ വിൽ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ. ഞാൻ നിനക്കത് പഠിപ്പിച്ചു തരാം. എനിക്ക് ഗ്രാൻഡ് മദർ പറഞ്ഞു തന്നതുപോലെ ഞാനും നിനക്ക് പറഞ്ഞു തരാമെന്ന് ഡിൽന പറയാണ്. ഇസാക്ക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്.
അപ്പോൾ ഇസാക്ക് എന്ത് ചെയ്തു? അവൻ്റെ സിസ്റ്ററെ നോക്കിയിട്ട് ചിരിച്ചു. താങ്ക്സ് ഡിൽന, യു ആർ ദ ബെസ്റ്റ്. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? താങ്ക്സ് ഡിൽന, നീയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഇസാക്ക് ഡിൽനയോട് പറയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സും ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് കരുതുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.